ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരു മാംഗോ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ മാങ്ങ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറുതായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത്. തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഈ പച്ചമുളക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് പൊടികൾ ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം യൂസ് ചെയ്യുന്നേ ഇല്ല ഈ മാങ്ങാച്ചാറിൽ. വെളിച്ചെണ്ണ ആകുമ്പോൾ കേട് വരാതെ കുറച്ച് നാൾ ഇരിക്കും. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പരുവമായിട്ട് വരും. അതിനുശേഷം ഞാൻ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ചെറിയൊരു സ്പൂണിൽ 2 സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താളിച്ചിടാൻ പോവാണ്. അതിനായിട്ടൊരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം കടുക് ആഡ് ചെയ്യുക. കടുക് ഒരു സ്പൂണോളം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിവേപ്പില നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം ക്വാണ്ടിറ്റി. ഞാനിവിടെ 4 മാങ്ങയ്ക്ക് അനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. താളിപ്പ് നമ്മൾ ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാങ്ങയുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ എണ്ണയും ഉപ്പും മുളകും അതുപോലെ തന്നെ താളിപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവവും കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം പിടിച്ച് നല്ല മാങ്ങയിലൊക്കെ എല്ലാം നല്ലപോലെ അബ്സോർബായിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് മാങ്ങാച്ചാറ് കിട്ടും. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന മാങ്ങാച്ചാറാണ്. അപ്പോൾ ഇന്ന് ഊണിന് ചോറ്, മുട്ട പൊരിച്ചത്, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു ഊണി തന്നെയാണ് കഴിച്ചത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങാച്ചാറ് കഴിക്കുന്നതിനെക്കാട്ടിയും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തിന് നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ മാങ്ങാച്ചാറ് ഉണ്ടാക്കി നോക്കുക. ഇനി വരുന്ന വീഡിയോസും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.